എല്ലാവർക്കും ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇഫ്താർ നമ്മൾ പുത്തമ്പള്ളിയിലായിരുന്നു. പുത്തമ്പള്ളിയിലെ ഇഫ്താറിനാണ് നമ്മൾ പങ്കെടുത്തത്. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് പുത്തമ്പള്ളിയിൽ AC ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അതിൻ്റെ AC ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഒരു സമർപ്പണത്തിൻ്റെ ഒരു ദിവസമാണ്. അങ്ങനെ പുത്തമ്പള്ളിയിൽ ഒരുപാട് ദിവസം ആഗ്രഹിച്ച AC ഉദ്ഘാടനം ഇന്ന് നടന്നു. അപ്പോൾ നമ്മുടെ നോമ്പ് തുറയ്ക്ക് തൊട്ട് മുമ്പായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. അപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റും അവിടുത്തെ മൗലവിയും പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേർ ആണ് എൻ്റെ ഉദ്ഘാടകരായിരുന്നു. ജമാഅത്തിലെ ഒത്തിരി പേര് പങ്കെടുത്തു. അതായിരുന്നു ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ AC വയ്ക്കുക എന്നുള്ളത്. ഇന്നത്തെ കാലാവസ്ഥയൊക്കെ പരിഗണിച്ചിട്ട് ആണ് ആ പരിശ്രമത്തിൻ്റെ വിജയം കണ്ട ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന പരിപാടികളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൽ പങ്കെടുത്തവരും അതിന് സഹായിച്ചവരും പരിശ്രമിച്ചവർക്കും അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് എല്ലാവരും കാണുന്നത്. വളരെ മനോഹരമായ ഒരു നിമിഷമായിരുന്നു. എന്തായാലും പള്ളിയുടെ ഒത്തിരി നാളത്തെ ഒരാഗ്രഹം ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. AC എന്ന ഒരാഗ്രഹം അങ്ങനെ ഒരുപാട് പേരുടെ സഹായം കൊണ്ടും പരിശ്രമം കൊണ്ടും നമ്മൾ അതിൻ്റെ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് നോമ്പ് തുറയുടെ തൊട്ട് മുമ്പായിരുന്നു, ഒരു 6 മണി സമയത്തായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നടന്നത്. അപ്പോൾ വളരെ വിശാലമായ ഒരു പള്ളിയാണ്. അപ്പോൾ അത്രയും AC വേണ്ടി വരും. അപ്പോൾ അതിലേക്ക് വേണ്ടി പരിശ്രമിച്ചവർക്ക് വേണ്ടി അള്ളാഹു സ്വീകരിക്കട്ടെ. പിന്നെ നോമ്പ് തുറയുടെ വിശേഷങ്ങൾ, ഫ്രൂട്ട്സും ജ്യൂസും പിന്നെ നമ്മുടെ AC ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒത്തിരി കുട്ടികളും മുതിർന്നവരും ഒക്കെ പങ്കെടുത്തു. നല്ല ഒരു ഇഫ്താറായിരുന്നു. നമുക്കും അതിൽ പങ്കെടുക്കാൻ ഉള്ളൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കഞ്ഞിയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ സന്തോഷമായിട്ട് പിരിഞ്ഞു. അപ്പോൾ നമുക്ക് നാളൊരു പുതിയ ഒരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം.